രചനയാണെനിക്കിഷ്ടം. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ എല്ലാവർക്കും ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഒരു 4 വർഷമായിട്ട് ഈ 4 ചുവരുകളാണ് എൻ്റെ സന്തോഷവും സങ്കടവും ഒക്കെ അറിയാവുന്ന ആൾക്കാർ. ഈ മുറിയിലുള്ള ഓരോ സാധനത്തിനും അറിയാം എൻ്റെ സന്തോഷം എന്താണ്, എൻ്റെ സങ്കടം എന്താണ് എന്നൊക്കെ. ഞാൻ എൻ്റെ സന്തോഷവും സങ്കടവും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു കൂട്ടുകാരി ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ദേ കണ്ടോ, എന്താണെന്നറിയോ? എൻ്റെ തലയണ. നമ്മുടെയൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ സങ്കടവും സന്തോഷവും ഒക്കെ മനസ്സിലാക്കുന്ന ഏക വ്യക്തിയാണ് നമ്മുടെ തലയണ എന്ന് പറയുന്നത്. ബാക്കി ആരോട് നമ്മുടെ സങ്കടം പറഞ്ഞാലും അവർക്കൊക്കെ അതൊരു കഥ മാത്രമാണ്, അല്ലാതെ അവർക്കൊരിക്കലും അത് ഫീലിങ്സ് ആയിട്ട് തോന്നാറില്ല. പിന്നെ ചിലർ മനസ്സിലാക്കിയ അത് ചുരുക്കം. ഇതാണ് എൻ്റെ ലോകം 4 വർഷമായിട്ട്. ഞാൻ എൻ്റെ ഈ ഉമ്മയുടെ ഹോം നേഴ്സാട്ടോ. ഞാൻ 4 വർഷമായിട്ട് ഈ ഉമ്മയെ നോക്കണ ആളാണ്. ഞാനും ഉമ്മയെ അടിയുണ്ടാക്കാറുണ്ട്, വഴക്കുണ്ടാക്കാറുണ്ട്, പിണങ്ങാറുണ്ട്, ഇണങ്ങാറുണ്ട്. എന്നാലും എനിക്ക് ഉമ്മയോടും ഉമ്മാക്ക് എന്നോടും ഭയങ്കര സ്നേഹമാണ്. ഞങ്ങൾ വല്ലപ്പോഴും വിശേഷമൊക്കെ പറയാറുണ്ട്. ഉമ്മാക്ക് അങ്ങനെ ഒരുപാട് വർത്തമാനം പറയണ ഇഷ്ടമല്ല, എന്നാലും നമ്മൾ കൂടെ സംസാരിക്കാറുണ്ട്, വിശേഷങ്ങളൊക്കെ പറയാറുണ്ട്. ഉമ്മയുടെ സംസാരമൊക്കെ റേഷനാണ്. ഇന്നിവിടെ ആരുമില്ല, എല്ലാവരും തിങ്കളാഴ്ച നാളെ സ്കൂളില്ലല്ലോ, അത് കാരണം അവരുടെ കൊല്ലത്ത് അവരുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയേക്കുക. അപ്പം നാളെ വൈകുന്നേരമൊക്കെ മിക്കവാറും എത്തും എല്ലാവരും. അപ്പം ഞാനും ഉമ്മായും ഈ വീടും ഒക്കെ ആയിട്ട് ഇന്ന് നമ്മളിവിടെ ഇങ്ങനെ പോവുക. അപ്പോൾ പിന്നെ എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷം? ഇന്നിവിടെ മഴയൊന്നും ഇല്ല കേട്ടോ. ഇന്ന് നല്ല പ്രകൃതി, നല്ല കാലാവസ്ഥയാണ്. പ്രകൃതി നല്ല സുന്ദര രമണീയമായിട്ടൊന്ന് ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി മഴയുടെ മുന്നോടിയായിട്ടാണെന്ന് എനിക്കറിയത്തില്ല. വേണ്ട, നല്ല കാലാവസ്ഥയാണ്. ഈ കാലാവസ്ഥ എന്നും കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. ഇനി മഴയുടെ വെയിലാണോയെന്നും അറിയത്തില്ല. ഒരു വല്ലാത്തൊരു മങ്ങിയ വെട്ടമൊക്കെയാണ് കാണുന്നത്. പിന്നെ വേറെന്താ, ഇന്നത്തെ വിശേഷം ഇതൊക്കെയുള്ളൂ കേട്ടോ. ഞാൻ കാപ്പി കുടിച്ചു രാവിലെ. ഇന്നലെ ഫുള്ള് തലവേദനയായിട്ട് രാവിലെ എഴുന്നേറ്റ് കുറച്ച് ജോലികളൊക്കെ ഇങ്ങനെ തീർത്ത് വെച്ചിട്ട് പിന്നെ കാപ്പിയും കുടിച്ചിട്ട് കിടന്നിട്ട് ഞാൻ എഴുന്നേറ്റത് 5:30 മണിയായപ്പോഴാണ്. കാരണം എനിക്ക് ഭയങ്കര തലവേദനയും ആ ഗുളിക കഴിച്ചതിൻ്റെ ക്ഷീണവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടന്നു. ഇന്ന് രാവിലെ എഴുന്നേറ്റ് നല്ല എനർജിയായിട്ട് എഴുന്നേറ്റ് ജോലികളൊക്കെ ചെയ്ത് കുറേ ഡ്രസ്സൊക്കെ നനയ്ക്കാനുണ്ടായിരുന്നു. അതെല്ലാം നനച്ച് ഡ്രസ്സിൻ്റെ മുകളിൽ കൊണ്ടിട്ട് കുളിച്ച് കാപ്പി കുടിച്ച് പിന്നെ ഉമ്മയെ കുളിപ്പിച്ച് ഉമ്മയ്ക്ക് കാപ്പിയൊക്കെ കൊടുത്ത് ഇൻസുലിൻ എടുത്ത് മരുന്നൊക്കെ കൊടുത്ത് ഉമ്മ കിടന്ന് നല്ല ഉറക്കമാണ്. ഉമ്മ നല്ല കൂർക്കം വലിയാണ്. ഇനി എന്താ, ഇനി അടുത്ത പണി ഇനി ഉച്ചയ്ക്ക് ഉള്ളു കേട്ടോ. അതുവരെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം. ബാക്കി നാളെ. ഓക്കെ, ബൈ ബൈ. എല്ലാവരും സുഖമായിട്ടിരിക്കണം കേട്ടോ. എല്ലാവരും നല്ല ബ്ലെസ്സായിട്ടിരിക്കണം. നമ്മൾ സങ്കടം ഇല്ലാത്ത ഏത് മനുഷ്യനുള്ള എല്ലാവർക്കും സങ്കടങ്ങളുണ്ട്, ഒരുപാട് സങ്കടങ്ങൾ. ചിലപ്പം സങ്കടത്തിന് സാമ്പത്തികമായിരിക്കും, ശാരീരികമായിരിക്കും, അങ്ങനെ പല സങ്കടങ്ങളാണ് എല്ലാവർക്കും. അതൊക്കെ നമ്മൾ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. വിഷമിച്ചിരുന്നാൽ നമ്മുടെ സങ്കടം തീരില്ലല്ലോ. അത് സങ്കടം വരും, പോവും, അത് അതിൻ്റെ വഴിക്ക് പോവും. നമ്മൾ നമ്മുടെ മൈൻഡിനെ സന്തോഷമാക്കി വയ്ക്കുക. അപ്പം നമുക്ക് ആരോഗ്യമായിട്ടിരിക്കാം, അത്രയേ ഉള്ളൂ. ആരോഗ്യമായിട്ടിരുന്നാലല്ലേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റൂ. ആരോഗ്യമായിട്ടിരുന്നാൽ നമുക്ക്
ജോലി ചെയ്യാൻ പറ്റും. ജോലി ചെയ്ത് ഇങ്ങനെ പൈസ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവുമല്ലോ. അത് തന്നെ. വിഷമിച്ചിട്ട് ഒന്നും ഒരു കാര്യമില്ല. വരേണ്ടതെല്ലാം എവിടെ ഇരുന്നാലും വരേണ്ടതെല്ലാം അതിൻ്റേതായ സമയത്ത് തന്നെ വന്നു ഭവിക്കും. ഓക്കേ, എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഗോഡ് ബ്ലെസ് യു ആൾ. ബൈ. നാളെ കാണാം കേട്ടോ.